Before CFC started in my house 43 years ago. 43 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭവനത്തിൽ CFC ഞങ്ങളുടെ മീറ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് we didn't think of it like CFC those days. CFC എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. We were just a few people who were fed up with our own Christian life, defeated life. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പരാജയപ്പെട്ട ജീവിതത്തെക്കുറിച്ച് ആ രീതിയിൽ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ഞങ്ങൾ. And we did not find around us any church that was preaching everything Jesus taught. യേശു പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു സഭയും ഞങ്ങളുടെ ചുറ്റിനും ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞില്ല. So we said, okay, even if we are only 2 or 3, we'll meet together. ഞങ്ങൾ 2-3 പേരെ ഉള്ളെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ കൂടാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. Before that, I went around preaching in so many churches in India. എന്നാൽ അതിനു മുമ്പ് ഇന്ത്യയിലുള്ള പല സഭകളിലും പോയി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. I was very discouraged with the response I got from wherever I went. ഞാൻ എവിടെയൊക്കെ പോയോ ആ പോയ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് കിട്ടിയ ആ ഒരു പ്രതികരണം കൊണ്ട് ഞാൻ വളരെ നിരാശനായിരുന്നു. That time the Lord gave me a verse in Ezekiel 33. യെഹെസ്കേലിന്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ നിന്ന് ആ സമയത്ത് ദൈവം എനിക്കൊരു വാക്യം തന്നു. Which told me not to get discouraged. നീ നിരാശപ്പെടേണ്ട എന്നാണ് ദൈവം എന്നോട് പറഞ്ഞത്. Because these Old Testament prophets had the same experience. ഈ പഴയ നിയമ കാലഘട്ടത്തിലെ പ്രവാചകന്മാർക്കും ഇതേ അനുഭവം ഉണ്ടായിരുന്നു എന്ന് ദൈവം എന്നെ ഓർമ്മിപ്പിച്ചു. Ezekiel 33 verse 30 to 33. യെഹെസ്കേൽ 33-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. You son of man, your fellow citizens are talking about you by the walls and in the doorways in the houses. മനുഷ്യപുത്ര, നിന്റെ സ്വജാതിക്കാർ മതിലുകൾക്കരികത്തും വീട്ടുവാതിൽക്കലും വെച്ച് നിന്നെക്കുറിച്ച് സംഭാഷിച്ചു. They are saying, come, let us hear what the message from the Lord is. യഹോവയിൽ നിന്നുള്ള അരുളപ്പാട് എന്തെന്ന് വന്ന് കേൾക്കുവീൻ എന്ന് തമ്മിലും ഓരോരുത്തൻ. And they come to you as people, come and sit before you as people and hear your words. അവര് സംഘം കൂടി വരുന്നത് പോലെ നിന്റെ അടുക്കൽ വന്ന് അവര് വചനങ്ങളെ കേൾക്കുന്നു. എന്റെ ജനം. But they won't do them because they go after the lustful desires in their mouth and their heart goes after their gain. എന്നാൽ അവര് അവയെ ചെയ്യുന്നില്ല. വായുകൊണ്ട് അവർ വളരെ സന്തോഷം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. And you are just like a nice sensual song by one who has got a beautiful voice and plays well on an instrument. നീ അവർക്ക് മധുരസ്വരവും വാദ്യ നൈപുണ്യവുമുള്ള ഒരുത്തന്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു. They hear your words but they won't practice them. അവർ നിന്റെ വചനങ്ങളെ കേൾക്കുന്നു പക്ഷെ ചെയ്യുന്നില്ല. But when it comes to pass, as it surely will, they'll know that a prophet was in their midst. എന്നാൽ അവൻ അവിടെ വരുമ്പോൾ, അത് സംഭവിക്കുമ്പോൾ ഇതാ അത് വരുന്നു, അവർ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അറിയും. So that encouraged me. അത് എന്നെ ഉത്സാഹിപ്പിച്ചു. That it was not a waste of time to proclaim the truth even if a lot of people didn't listen to it. ഈ സത്യങ്ങളെ കേൾക്കുവാനായിട്ട് താല്പര്യമില്ലാത്ത ആളുകളോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു സമയത്തിന്റെ പാഴാക്കലാണ് എന്ന് എനിക്ക് മനസ്സിലായി. In that crowd God may find one. In that crowd God may get one person. ഒരുപക്ഷേ ആ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു വ്യക്തിയായിരിക്കും ദൈവം കാണുന്നത്. And that's what God is looking for. ദൈവം അതാണ് നോക്കുന്നത്. Because that's how Jesus went around in his day, picking up one here, one there. യേശു തന്റെ കാലഘട്ടത്തിൽ അവിടെ ഒരു വ്യക്തിയെ, ഇവിടെ ഒരു വ്യക്തിയെ അന്വേഷിച്ചുകൊണ്ടാണ് യേശു പോയത്. And that's how he got those 11 disciples. അങ്ങനെയാണ് ആ 11 ശിഷ്യന്മാരെ യേശുവിന് കിട്ടിയത്. When you think of it, നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. 11 people, unknown people, he changed the world for 2000 years. ഈ 11 അറിയപ്പെടാത്ത ആളുകളിലൂടെയാണ് ലോകത്തെ ഈ കഴിഞ്ഞ 2000 വർഷമായി ദൈവം കീഴ്മേൽ മറിച്ചത്. What influence did those fishermen have? ആ മുക്കുവന്മാർക്ക് എന്ത് സ്വാധീനമായിരുന്നു ഉണ്ടായിരുന്നത്? But how did Christianity spread around the world for 2000 years? It's gone on. ഇതാ 2000 വർഷങ്ങളായി എങ്ങനെയാണ് ക്രിസ്തീയത ഈ ലോകം മുഴുവൻ ഇപ്രകാരം അത് പടർന്നത്? How is it even in this year there are still people proclaiming the narrow way? ഈ വർഷവും എന്തുകൊണ്ടാണ് ഈ ഇടുക്കമുള്ള വഴി പ്രസംഗിച്ചുകൊണ്ട് ആളുകൾ ചിലരെങ്കിലും ഉണ്ടത്? Those 11 people were faithful and they depended on the Holy Spirit. വിശ്വസ്തരായി നിൽക്കുകയും പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയും ചെയ്ത ആ 11 പേരുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് ഇത് നടക്കുന്നത്. That was the thing that encouraged us when we started meeting in the beginning. ഞങ്ങൾ അവിടെ കൂടുവാനായിട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങളെ ഉത്സാഹിപ്പിച്ച വചനം അതായിരുന്നു. You don't need big numbers. നിങ്ങൾക്ക് കൂടുതൽ എണ്ണം ആവശ്യമില്ല. If you're willing to preach the whole truth and you're filled with the Holy Spirit, God will take care of the rest. നിങ്ങൾ പൂർണ്ണ സത്യം, മുഴുവൻ സത്യവും സംസാരിക്കുവാൻ തയ്യാറാവുകയും നിങ്ങൾ പരിശുദ്ധാത്മ നിറവുള്ളവനുമാണെങ്കിൽ ബാക്കി കാര്യം ദൈവം നോക്കിക്കോളും. That's what I want to encourage all of you to do.
നിങ്ങൾ എല്ലാവരും അത് ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങളെ I hope you'll make a decision in this conference that you are going to walk the narrow way and proclaim it for the rest of your life. നിങ്ങൾ ഇടുക്കമുള്ള ഒരു വഴിയിലൂടെ നടക്കുമെന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ വരുന്ന നാളുകളിൽ അത് തന്നെ നിങ്ങൾ പ്രസംഗിക്കുമെന്നും നിങ്ങൾ തീരുമാനിച്ചു. And that you will seek the power of the Holy Spirit every day in order to do this. ഇപ്രകാരം ചെയ്യുവാനായിട്ട് ഓരോ ദിവസവും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് അന്വേഷിക്കുന്നു എന്നും നിങ്ങൾ തീരുമാനിക്കുക. Luke, when he wrote the gospel, ലൂക്കോസ് സുവിശേഷം എഴുതിയപ്പോൾ afterwards he wrote Acts of the Apostles. അതിനുശേഷമാണ് അവൻ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയത്. And there in Acts 1 verse 1 he describes Luke's gospel like this. അവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ താൻ നേരത്തെ എഴുതിയ ലൂക്കോസിന്റെ എഴുതിയ സുവിശേഷത്തെ ഇങ്ങനെയാണ് അവൻ വിവരിക്കുന്നത്. He gives a title to Luke's gospel. അവിടെ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിന് അവൻ ഒരു തലക്കെട്ട് കൊടുക്കുന്നു. The title is All that Jesus began to do and teach. അവൻ പറയുന്നത് യേശു ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും. That is a principle. അതൊരു പ്രമാണമാണ്. He first did and then taught. യേശു ചെയ്തു ഉപദേശിച്ചു. Now the Old Testament prophets were not like that. പഴയ നിയമ പ്രവാചകന്മാർ അങ്ങനെയായിരുന്നു. They just taught. അവർ പഠിപ്പിച്ചു. They preached. അവർ പ്രസംഗിച്ചു. Jesus came യേശു വന്നു and first did. യേശു ആദ്യം ചെയ്തു and then taught. അതിനുശേഷം പഠിപ്പിച്ചു. When he taught the Sermon on the Mount, യേശു പർവ്വത പ്രസംഗം അത് പഠിപ്പിച്ചപ്പോൾ don't get angry, കോപിക്കരുത്, don't lust after women, നിങ്ങൾ കണ്ണുകൊണ്ട് സ്ത്രീകളെ മോഹിക്കരുത്, ആകാംക്ഷപ്പെടരുത്, don't love money, പണത്തെ സ്നേഹിക്കരുത്. He had practiced it for 30 years. താൻ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ 30 വർഷം അത് പ്രാവർത്തികമാക്കിയ ശേഷമാണ് പ്രസംഗിക്കുന്നത്. അതിനുശേഷമാണ് പ്രസംഗിക്കുന്നത്. This is a unique way of preaching. ഒരു യേശു മാത്രം ചെയ്ത ഒരു പ്രസംഗിക്കുന്ന വഴിയാണ്. Nowadays people go to a Bible school, study for 4 years and start preaching what they studied there. ഇപ്പോൾ ആളുകൾ ബൈബിൾ കോളേജിൽ പോയി 4 വർഷം അവിടെ പഠിച്ച കാര്യങ്ങൾ ആളുകളോട് പ്രസംഗിക്കുന്നു. That is not how Jesus did it. യേശു അങ്ങനെയല്ല ചെയ്തത്. So he says the first gospel I wrote is about what Jesus himself did and taught. യേശു began, it says what Jesus began to do and teach, it says here. യേശു അവിടെ ആരോപണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് began. തുടങ്ങിയ. In Acts of the Apostles the title is അപ്പോസ്തല പ്രവൃത്തികളുടെ തലക്കെട്ട് നോക്കുക. What Jesus continued to do and teach through his body, the church. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ തലക്കെട്ട് യേശു ചെയ്തു ഉപദേശിച്ചു തുടങ്ങിയത്. ആ തുടങ്ങിയ കാര്യം ഇത് അപ്പോസ്തല പ്രവൃത്തികളിൽ സഭയിലൂടെ അത് തുടരുന്നു. That's what it means. The Acts of the Apostles is just a continuation of what Jesus began, now continuing through his new body, the church. യേശു തുടങ്ങിയ കാര്യങ്ങൾ തന്റെ ശരീരമാകുന്ന സഭയിലൂടെ ഇപ്പോഴിതാ അത് തുടരുന്നു, തന്റെ പുതിയ ശരീരത്തിലൂടെ തുടരുന്നു. In Luke it is what he did through his physical body. In Acts of the Apostles is what he did through his spiritual body. ലൂക്കോസിൽ തന്റെ ഭൗതികമായ ശരീരത്തിലൂടെ യേശു ചെയ്തത് ഉപദേശിച്ചത്. എന്നാൽ ഇതാ അപ്പോസ്തല പ്രവൃത്തികളിൽ സഭയാകുന്ന ശരീരത്തിലൂടെ. In our CFC churches that must be our testimony. What Jesus is continuing to do and teach in the 21st century through his body in CFC. CFC സഭകളിലെയും സാക്ഷ്യം അതായിരിക്കണം. നമ്മിലൂടെ 21ാം നൂറ്റാണ്ടിൽ ചെയ്തതും ദൈവം ചെയ്തതും what Jesus continued to do, യേശു തുടർന്ന് ചെയ്യുന്ന കാര്യങ്ങൾ and teach, തുടർന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. First do, then teach. ആദ്യം ചെയ്യുക, അതിനെ തുടർന്ന് He did not teach what he had not done. താൻ പഠിപ്പിക്കാത്ത കാര്യം, താൻ ചെയ്യാത്ത കാര്യം താൻ പഠിപ്പിച്ചില്ല. That's how Jesus did it. അങ്ങനെയാണ് യേശു ചെയ്തത്. It's very important to remember that. നിങ്ങൾ അത് ഓർക്കേണ്ടത് വളരെ പ്രാധാന്യമാണ്. Lord, I want to live the life. ദൈവമേ, എനിക്ക് അങ്ങനെയുള്ള ഒരു ജീവിതം ജീവിക്കണം. And then from my life I must speak what you have worked in me. കർത്താവേ, ഞാൻ അങ്ങനെ ജീവിച്ച ശേഷം ആ ജീവിതത്തിലൂടെ ദൈവം എന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ എനിക്ക് പങ്കുവെക്കണം. If I haven't reached the top of the mountain, എനിക്ക് ഒരു മലയുടെ ഉച്ചിയിൽ ഞാൻ എത്തിയിട്ടില്ല എങ്കിൽ I can still tell people like Paul said, follow me as I follow Christ. പൗലോസ് പറയുന്നത് പോലെ എനിക്ക് പറയുവാനായിട്ട് കഴിയും, എന്നെ നിങ്ങൾ പിൻപറ്റുന്നത് പോലെ, ഞാൻ കർത്താവിനെ പിൻപറ്റുന്നത് പോലെ നിങ്ങൾ എന്നെ പിൻപറ്റുക. When can I start preaching, do not be anxious about anything? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് എനിക്ക് എപ്പോഴാണ് പ്രസംഗിക്കുവാൻ കഴിയുക? If I wait till I have accomplished it, I may spend my whole life and never preach it. ഞാൻ അത് പൂർണ്ണമായി ആ മലയുടെ ഉച്ചിയിൽ എത്തിയിട്ടാണ് എങ്കിൽ
എന്ന് ചിന്തിക്കുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയുവാൻ കഴിയില്ല. Then we can only preach it after going to heaven. അത് സ്വർഗ്ഗത്തിൽ പോയതിനു ശേഷം മാത്രമേ അങ്ങനെയെങ്കിൽ പ്രസംഗിക്കാൻ കഴിയൂ. I can say I haven't reached that top yet. നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ ആ ഔന്നത്യത്തിൽ ആ മലയുടെ ഉച്ചിയിലെത്തിയിട്ടില്ല, but I'm getting there. എന്നാൽ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. Every year is better and better and better. ഓരോ വർഷവും അത് കുറച്ചുകൂടെ മെച്ചമാകും. Becoming less and less anxious. ഞാൻ കുറച്ചുകൂടെ എന്റെ ആകാംക്ഷ അത് കുറഞ്ഞു വരുന്നു. I'm following Paul like he followed Jesus. യേശുവിനെ പൗലോസ് പിൻപറ്റിയതുപോലെ ഞാൻ യേശുവിനെ പിൻപറ്റുന്നു. I'm following godly men like Paul. പൗലോസിനെ പോലെയുള്ള ദൈവഭക്തരെ ഞാൻ പിൻപറ്റുന്നു. And you must be a godly example for other people to follow like you follow Christ. നിങ്ങൾ ക്രിസ്തുവിനെ എപ്രകാരം പിൻപറ്റുന്നുവോ അതുപോലെ മറ്റുള്ളവർക്ക് നിങ്ങളെ പിൻപറ്റുവാൻ ഒരു ദൈവഭക്തിയുള്ള മാതൃകയായിരിക്കണം നിങ്ങൾ. Every true servant of God must be able to say, follow me as I follow Christ. ഞാൻ ക്രിസ്തുവിനെ പിൻപറ്റുന്നത് പോലെ നിങ്ങളും എന്നെ പിൻപറ്റുക എന്ന് എല്ലാ യഥാർത്ഥ ക്രിസ്തീയ പ്രവർത്തകർക്കും പറയുവാനായിട്ട് കഴിയണം. You have heard many preachers from many denominations. നിങ്ങൾ അനേക സഭാ വിഭാഗങ്ങളിൽ നിന്ന് അനേക പ്രസംഗകരെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. Have you ever heard a preacher say that? അങ്ങനെ ഏതെങ്കിലും ഒരു പ്രസംഗകർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Follow me as I follow Christ. ഞാൻ ക്രിസ്തുവിനെ പിൻപറ്റുന്നത് പോലെ നിങ്ങൾ എന്നെ പിൻപറ്റുക. See the way I live. ഞാൻ ജീവിക്കുന്നത് നിങ്ങൾ കാണുക. I'm not perfect. ഞാൻ പൂർണ്ണനല്ല. I've not become like Christ. ഞാൻ ക്രിസ്തുവിനെ പോലെ ആയിട്ടില്ല. But I'm following people like Paul. എന്നാൽ ഞാൻ പൗലോസിനെ പോലെയുള്ള ആളുകളെ ഞാൻ പിൻപറ്റുന്നു. And other godly men. ഞാൻ മറ്റ് ദൈവഭക്തരായ ആളുകളെ പിൻപറ്റുന്നു. Who are ahead of me. അവരെന്റെ മുമ്പിലുണ്ട്. Who are following Christ. അവർ ക്രിസ്തുവിനെ പിൻപറ്റുന്നു. I am behind them. ഞാൻ അവരുടെ പുറകിലുണ്ട്. I admit that. ഞാൻ പുറകിലാണെന്ന് സമ്മതിക്കുന്നു. They are in college, I am in first standard. അവർ കോളേജിലാണ്, ഞാൻ ഒന്നാം ക്ലാസ്സിലാണ്. But I'm going the same way. എന്നാൽ അവർ പോകുന്ന ആ വഴിയിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. I'm going to get there. ഞാൻ അവിടെ എത്തും. That should be our testimony. Not that I've reached. I'm following. ഞാൻ അവിടെ എത്തി എന്നല്ല, എന്നാൽ ഞാൻ പിൻപറ്റുന്നു എന്നതായിരിക്കണം നമ്മുടെ സാക്ഷ്യം. Not taking a command of God seriously, then you cannot say that. എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകളെ ഗൗരവമായി എടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയുവാൻ കഴിയില്ല. Never get angry. That's the top of the mountain. Never get angry is the top of the mountain. ഒരിക്കലും കോപിക്കരുത് എന്നുള്ളത് അത് മലയുടെ ഏറ്റവും ഉച്ചിയാണ്. I'm not asking whether you got there. നിങ്ങൾ അവിടെ എത്തിയോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. Are you getting closer and closer? നിങ്ങൾ അതിനോട് കുറച്ചുകൂടി അടുക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. Are you the same foot of the mountain that you were 20 years ago? എന്നാൽ നിങ്ങൾ 20 വർഷം മുമ്പുണ്ടായിരുന്ന ആ മലയുടെ അടിവാരത്തിൽ തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്? Never lust after women. ഒരിക്കലും ഒരു സ്ത്രീയെ മോഹത്തോടുകൂടെ നോക്കരുത്. Never get anxious. ഒരിക്കലും ആകാംക്ഷപ്പെടരുത്. Don't love money. ഒരിക്കലും പണത്തെ സ്നേഹിക്കരുത്. Mountain tops in Matthew 5, 6 and 7. മത്തായി 5, 6, 7 ഇതെല്ലാം ഒരു മലയുടെ ഉച്ചിയിലെ കാര്യങ്ങളാണ്. Are you climbing the mountain is my question. എന്റെ നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങൾ ഈ മല കയറിക്കൊണ്ടിരിക്കുകയാണോ? Not have you become like Jesus. നിങ്ങൾ യേശുവിനെ പോലെ ആയോ എന്നല്ല. But are you following in that pursuit to become like him? എന്നാൽ യേശുവിനെ പോലെ ആകുവാനുള്ള ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് ആഞ്ഞുകൊണ്ടിരിക്കുകയാണോ, പോയിക്കൊണ്ടിരിക്കുകയാണോ? That is the man who can say, follow me as I follow Christ. അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഞാൻ ക്രിസ്തുവിനെ പിൻപറ്റുന്നത് പോലെ നിങ്ങൾ എന്നെ പിൻപറ്റുക എന്ന് പറയുവാൻ കഴിയും. In other words, every year there must be a progress in your life, just like you see your child going from first standard to second standard to third standard. നിങ്ങളുടെ കുഞ്ഞ് 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ്സിലേക്കും 3ാം ക്ലാസ്സിലേക്കും മുന്നേറുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ വർഷവും ഇപ്രകാരമുള്ള ഒരു പുരോഗതി ഉണ്ടാവണം. Imagine a 5-year-old, you ask a 5-year-old, what is your aim in life? ഒരു 5 വയസ്സുള്ള കുഞ്ഞിനോട് നിന്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, I want to get a PhD. എനിക്കൊരു PhD കിട്ടണം. Have you got it? അവൻ കിട്ടിയോ? You ask him next year, have you got it? അടുത്ത വർഷം ചോദിക്കുക, നിനക്ക് കിട്ടിയോ? Last year you told me you're going to get a PhD. കഴിഞ്ഞ വർഷം നീ പറഞ്ഞല്ലോ നിനക്ക് PhD എടുക്കണമെന്നാണ്. No, I haven't got it, but I've come to second standard. I'm getting there one day. ഞാനിപ്പോ 2ാം ക്ലാസ്സിലേക്ക് പോകുന്നു, ഞാൻ ഒരു ദിവസം അവിടെ എത്തും. You ask him after 10 years. 10 വർഷം കഴിഞ്ഞ് ചോദിക്കും. No, I haven't got there yet, but I've finished school and I got to college now. ഞാനിപ്പോ 10 വർഷം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടില്ല, പക്ഷെ ഞാനിപ്പോ സ്കൂൾ കഴിഞ്ഞു, ഞാൻ കോളേജിലേക്ക് പോകുന്നു. One day he gets it. ഒരു ദിവസം അവിടെ എത്തുന്നു. But if he's a lazy person in first standard, second standard, not even studying properly, he'll never get there. എന്നാൽ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ വളരെ മടിയനായിട്ട് ഒന്നും പഠിക്കാത്തവനാണെങ്കിൽ അവൻ ഒരിക്കലും അവിടെ എത്തില്ല. None of you will want a child like that. അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ നിങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. See how eager all of you are to get your children to study graduate and postgraduate study. How eager you are. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവർ പഠിക്കണം, അവർ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. Don't you think God as a father is also eager to have children like that?
ദൈവം അപ്രകാരം പിതാവായ ദൈവത്തിനും അങ്ങനെയുള്ള മക്കൾ ഉണ്ടാകണം ദൈവം ആഗ്രഹിക്കുന്നില്ല. How would you feel about a lazy child of yours who's not interested in education at all? വിദ്യാഭ്യാസത്തിൽ ഒട്ടും താല്പര്യമില്ലാത്ത മടിയനായ നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ എന്താണ് What a grief it will bring to your heart. നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര ദുഃഖമുണ്ടാകും. You won't kick him or her out of the house. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ വ്യക്തിയെ നിങ്ങൾ പുറത്താക്കുകയില്ല. No, but you'll be grieved. എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദുഃഖമുണ്ടാകും. That is exactly how God feels about a lot of his children. അനേക ക്രിസ്ത്യാനികളെ കുറിച്ച് ദൈവത്തിന് ഇതുപോലെ തന്നെയാണ് ദൈവത്തിന് തോന്നുന്നത്. And I want to tell you something, if you are in fellowship with the heart of God, you will feel like that yourself about some of God's children. നിങ്ങൾക്ക് ദൈവത്തിന്റെ ഹൃദയത്തെ നിങ്ങൾക്കും ഒരു ദൈവത്തിന്റെ ഹൃദയസ്പന്ദനം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദൈവത്തിന്റെ ചില മക്കളെ കുറിച്ച് നിങ്ങൾക്കും അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. You won't be angry with them, but you'll be grieved about them. നിങ്ങൾക്ക് അവരെ കുറിച്ച് അവരോട് നിങ്ങൾക്ക് കോപമല്ല, നിങ്ങൾക്ക് അവരെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ട്. That's how Paul felt about so many of the churches he wrote to. താൻ ലേഖനം എഴുതിയ അനേക സഭകളെ കുറിച്ചും പൗലോസിന് അങ്ങനെയാണ് തന്റെ ഹൃദയത്തിൽ തോന്നിയത്. See what he writes in Galatians. ഗലാത്യ ലേഖനത്തിൽ താൻ എഴുതുന്നത് ശ്രദ്ധിക്കുക. Galatians in chapter 4. ഗലാത്യ ലേഖനം 4-ാം അധ്യായം and 19. 19-ാമത്തെ വാക്യം. My children, with whom I am again in labor until Christ is formed in you. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. I don't think any man can ever understand the labor pains a woman goes through. ഒരു സ്ത്രീ കടന്നു പോകുന്ന പ്രസവ വേദനയെക്കുറിച്ച് ഒരു പുരുഷനും ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. We can only read about it and hear about it. It's a very painful experience. നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും, അതിനെക്കുറിച്ച് കേൾക്കുവാൻ കഴിയും, പക്ഷേ അതൊരു വളരെ വേദനയുള്ള അനുഭവമാണ്. Paul takes that as the type of pain he is feeling, that these Galatians are not really becoming more like Christ. ഈ ഗലാത്യ വിശ്വാസികൾ ക്രിസ്തുവിനെ പോലെ കൂടുതലാകുന്നില്ല എന്നതിനെക്കുറിച്ച് പൗലോസിന്റെ ഉള്ളത്തിലെ വേദനയെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു വേദനയാണ് പൗലോസ് ഓർപ്പിക്കുന്നത്. It's not enough that we are growing spiritually. നാം ആത്മീകമായി വളരുന്നു എന്ന് മാത്രമല്ല, we must have a concern for those younger to us in the church. നമ്മുടെ സഭയിലുള്ള നമ്മേക്കാൾ ചെറുപ്പമുള്ള ആളുകൾ അവരും വളരണമെന്ന് നമുക്കൊരു താല്പര്യം ഉണ്ടാകണം. Like a woman has a labor pain for this baby to be born. ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞ് അത് ജനിക്കണം എന്നുള്ള ഒരു പ്രസവ വേദന പോലെ. If you are a little mature Christian, that you have a concern that more and more people should become like Jesus Christ in your church. നിങ്ങൾ ഒരു പക്വതയുള്ള ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങളുടെ സഭയിലുള്ള കൂടുതൽ ആളുകൾ അവർ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപരായി തീരണമെന്ന ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടാകണം. For example, when you hear of the sisters meeting together and all they do is gossip about other people. നിങ്ങൾ സഹോദരിമാരുടെ ഒരു മീറ്റിംഗ് സഹോദരിമാര് കൂടുമ്പോൾ അവരിങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് കിംവദന്തി പറയുന്ന ആളുകൾ മാത്രമാണെങ്കിൽ, instead of sharing something edifying that will build up the other sisters, മറ്റ് സഹോദരിമാരെ ഉത്സാഹിപ്പിച്ച് അവരെ പണിയുന്നതിന്റെ കാര്യങ്ങളൊന്നും അല്ല അവർ പങ്കുവയ്ക്കുന്നത്. Instead of saying, oh, have you heard about this gossip about that other person? ആ വ്യക്തിയെ കുറിച്ച് ഈ കാര്യം കേട്ടിട്ടുണ്ടോ, ആ കാര്യം കേട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ, that should bring a grief to your heart that look at the condition of these people. They are listening so much in CFC and they are still like this. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കാണുമ്പോൾ അവർ CFCയിൽ എത്രയധികം ഈ കാര്യങ്ങളെ കേൾക്കുന്നു, എന്നാലും ഇപ്പോഴിങ്ങനെ പരദൂഷണം പറഞ്ഞ് അവർ സമയം പഴക്കുകയാണല്ലോ. And they look at others to judge them. മറ്റുള്ളവരെ നോക്കി അവരെ ന്യായം വിധിക്കുന്നു. Is the blouse and sari matching? ബ്ലൗസും സാരിയും അത് ചേരുന്നുണ്ടോ? Are they wearing jewelry? അവര് ആഭരണം ധരിക്കുന്നുണ്ടോ? Instead of wondering, are they becoming more Christ-like? അവര് കൂടുതൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപരാകുന്നുണ്ടോ എന്നല്ല അവര് നോക്കുന്നത്. Something is wrong. അങ്ങനെയെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. Something is seriously wrong in CFC churches. അങ്ങനെയെങ്കിൽ CFC സഭകളിൽ ഗൗരവമായ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. We need a revival. നമുക്കൊരു ഉണർവ് ആവശ്യമാണ്. We need to have the Holy Spirit move in our midst and bring conviction of sin. നമ്മുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലൂടെ കടന്നു വന്ന് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. Our own sin. നമ്മുടെ തന്നെയുള്ള പാപം. See, Paul says about in 2 Corinthians 12. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് നിങ്ങൾ നോക്കുക. Verse 21. 2 കൊരിന്ത്യർ 12-ന്റെ you know, the Corinthians, there was a lot of sin among the Corinthians. കൊരിന്ത്യയിലുള്ള വിശ്വാസികളിൽ പലതരത്തിലുള്ള പാപങ്ങൾ ഉണ്ടായിരുന്നു. But it was a church Paul planted. എന്നാൽ പൗലോസ് സ്ഥാപിച്ച ഒരു സഭയാണ്. And he stayed there for 1.5 years, we read in
Acts 18. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അവൻ അവിടെ 1.5 വർഷം അവൻ അവിടെ ഉണ്ടായിരുന്നു. And he says in 2 Corinthians 12:21, 2 കൊരിന്ത്യർ 12:21, I am afraid God will humble me when I come before you, because I'll mourn over those who have sinned in the past, not repented of impurity, immorality, sensuality that they have practiced. ഞാൻ വീണ്ടും വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിക്കുവാനും സംഗതി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. Some of you sitting here are elder brothers. ഇവിടെ ഇരിക്കുന്ന ചിലർ മൂപ്പന്മാരായ ആളുകളാണ്. You've been elders in the church for a number of years. നിങ്ങൾ ചില വർഷങ്ങളായി സഭയിലെ മൂപ്പന്മാരാണ്. Please examine yourself with this verse. ഈ ഒരു വാക്യം നിങ്ങൾ എടുത്ത് നിങ്ങളെ തന്നെ നിങ്ങൾ പരിശോധിക്കുക. Can you say, when you look at your congregation, നിങ്ങളുടെ സഭയിലെ ആളുകളെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയും, God humbles you, ദൈവം നിങ്ങളെ എന്നെ താഴ്ത്തുവാൻ ഇടയാകുമോ? and that you mourn because of those who have not repented of their sin. തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിക്കുവാൻ, കരയുവാൻ ഇടയാകുമോ? And God humbles you. He's not talking about God humbling them. God's humbling you. അവരെയല്ല ദൈവം താഴ്ത്തുന്നത്, നിങ്ങളെ ദൈവം താഴ്ത്തുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. Why should God humble Paul when the Corinthians are like that? കൊരിന്ത്യർ ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ട് പൗലോസിനെ എന്തിനാണ് ദൈവം താഴ്ത്തുന്നത്? It's like this. അതിങ്ങനെയാണ്. If your children, the teacher calls you up one day and says, your 10-year-old son is behaving very badly in school. നിങ്ങളുടെ സ്കൂളിലെ അധ്യാപിക നിങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങളുടെ 10 വയസ്സുള്ള ഈ മകൾ സ്കൂളിൽ വളരെ മോശമായി പെരുമാറുന്നു. What do you say? നിങ്ങൾ എന്താ പറയുക? That's my son, don't talk to me. Let's go and talk to him. അത് എന്റെ മോനാ, നിങ്ങൾ അവനോട് സംസാരിക്കുക, എന്നോടൊന്നും പറയണ്ട. അങ്ങനെ പറയുമോ? You will feel humbled. നിങ്ങൾക്ക് ചെറുതാകുന്നത് പോലെ തോന്നും. What a shame, my son is behaving like that. എന്റെ മകൻ അങ്ങനെ പെരുമാറുന്നു, എന്തോ ദുഃഖകരമായ കാര്യം. Is that the way you feel about people in your church? നിങ്ങളുടെ സഭയിലെ ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? That's how Paul felt. പൗലോസിന് അങ്ങനെയാണ് തോന്നിയത്. God is telling Paul, ദൈവം പൗലോസിനോട് പറയുന്നു, Paul, look at this church you planted. പൗലോസേ, നീ സ്ഥാപിച്ച ഈ സഭയെ നീ നോക്കുക. You are the elder of this church. ഈ സഭയുടെ മൂപ്പൻ നീയാണ്. But look at the condition of this Corinthian church. എന്നാൽ ഈ കൊരിന്തിലുള്ള ഈ വിശ്വാസികളുടെ അവസ്ഥ നിങ്ങൾ നോക്കുക. Look at the immorality and impurity going on there. അവിടെ നടക്കുന്ന അശുദ്ധി, അവിടെ നടക്കുന്ന ഈ ദുഷ്കാമ പ്രവൃത്തികൾ നീ നോക്കുക. Paul is like the father. ദൈവം ഒരു പിതാവിനെ, പൗലോസ് ഒരു പിതാവിനെ പോലെയാണ്. And he is humbled. പൗലോസിന് തന്നെ താഴ്ത്തുന്നു. Because the teacher is showing something wrong in his children. തന്റെ മക്കളിൽ ചില തെറ്റുകളെ കാണിക്കുമ്പോൾ ഒരു പിതാവ് തന്നെ താഴ്ത്തുന്നത് പോലെ. This is a true servant of God. യഥാർത്ഥത്തിലുള്ള ഒരു ദൈവദാസൻ ഇപ്രകാരമുള്ളവനാണ്. You know, like Jesus said, oh Jerusalem, Jerusalem, wept over Jerusalem, how many times I wanted to gather you together. യെരുശലേമേ യെരുശലേമേ എന്ന് ചൊല്ലി എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് യേശു വിലപിക്കുന്നത് പോലെ. Can you imagine Jesus weeping over backslidden Pharisees? പിന്മാറ്റത്തിൽ പോയ പരീശന്മാരെ ഓർത്ത് യേശു വിലപിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? It's very easy to say, I want to be like Jesus. എനിക്ക് യേശുവിനെ പോലെ ആകണം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. But this is how he was. This is how he was. എന്നാൽ ഇങ്ങനെയായിരുന്നു യേശു. And Paul had some of that spirit. പൗലോസിന് അങ്ങനെയുള്ള ഒരു ആത്മാവുണ്ടായിരുന്നു. And it's only such people whom God can use to once again proclaim the narrow way. അങ്ങനെയുള്ള ആളുകളെ മാത്രമാണ്, അവരെ ഉപയോഗിച്ച് മാത്രമാണ് ദൈവത്തിന് വീണ്ടും ഈ ഒരു ഇടുക്കമുള്ള വഴി പ്രസ്താവിക്കുവാൻ ഉപയോഗിക്കുവാൻ കഴിയും. You may be walking the narrow way. ഒരുപക്ഷെ നിങ്ങൾ ഇടുക്കമുള്ള ഒരു വഴി നടക്കുന്ന വ്യക്തിയായിരിക്കും. Everybody in your church is going the broad way. എന്നാൽ നിങ്ങളുടെ സഭയിലെ ആളുകൾ ഒരു വിശാലമായ വഴിയിൽ പോകുന്നു. You say, well, that doesn't bother me. I'm walking the narrow way. അത് എനിക്ക് ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഞാൻ ഇടുക്കുവഴിയിൽ പോകുന്നതിൽ നിങ്ങൾ തൃപ്തിയടയുന്നവരാണ്. That's not how Jesus felt when he wept over Jerusalem. എന്നാൽ താൻ യെരൂശലേമിനെ കുറിച്ച് വിലപിച്ചപ്പോൾ യേശുവിന് അങ്ങനെയല്ല തോന്നിയത്. And that's not how Paul felt when he looked at the Corinthians. കൊരിന്ത്യയിലെ വിശ്വാസികളെ നോക്കിയപ്പോൾ പൗലോസിന് അങ്ങനെയല്ല തോന്നിയത്. That's a very selfish way of living. Oh, I'm going okay. I don't care if people in the church are not following that way or not. എന്റെ ജീവിതം കുഴപ്പമില്ല, സഭയിലെ ആളുകൾ കാര്യങ്ങൾ ഗൗരവമായി എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നത് ഒരു സ്വാർത്ഥപരമായ ജീവിതമാണ്. I'll tell you, you're totally unfit to be an elder. അങ്ങനെയെങ്കിൽ
നിങ്ങൾ ഒരു മൂപ്പനാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു മൂപ്പനാകുവാൻ ഒട്ടും യോഗ്യതയില്ലാത്ത. And even if you are not an elder, you must be an elder brother and an elder sister who feels like that about your younger sisters and brothers. നിങ്ങളൊരു സഭയിലെ മൂപ്പനല്ലെങ്കിൽ പോലും ഒരു മൂത്ത സഹോദരനോ മൂത്ത സഹോദരിയോ ആയി നിങ്ങളുടെ സഭയിലെ മറ്റ് ചെറുപ്പക്കാരായ ചെറിയവരായ ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭാരം ഉണ്ടാവണം. You know, when you see the history of Israel, ഇസ്രായേലിന്റെ ചരിത്രം നിങ്ങൾ നോക്കുമ്പോൾ, the Old Testament, there are a lot of lessons we can learn from the history of Israel in the Old Testament. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്ന് പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട്. For example, ഉദാഹരണത്തിന് the book of Joshua is something like the Acts of the Apostles. യോശുവയുടെ പുസ്തകം അപ്പോസ്തല പ്രവൃത്തികളെ പോലെയാണ്. Great revival. അവിടെ വളരെ ഉണർവുണ്ടാവും. They come into the land of Canaan and they destroy all the enemies. അവര് കനാൻ ദേശത്തേക്ക് അവർ വന്ന് എല്ലാ ശത്രുക്കളെയും തോൽപ്പിക്കുന്നു. But then what happened after that? എന്നാൽ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? Very similar to what Paul told the Ephesian elders. എഫേസ്യയിലെ സഭയിലെ മൂപ്പന്മാരോട് പൗലോസ് പറഞ്ഞതുപോലെ. See Judges chapter 2 verse 7. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിലെ 7-ാം വാക്യം നിങ്ങൾ നോക്കുക. The people served the Lord all the days of Joshua and the days the elders survived Joshua, who had seen the great work the Lord did for Israel. യോശുവയുടെ കാലത്തൊക്കെയും verse 7. 7-ാം വാക്യമാണ്. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. But then he died. എന്നാൽ അതിനുശേഷം യോശുവ മരിച്ചു. Then that whole generation died. അതിനുശേഷം ആ തലമുറ 10-ാം വാക്യം അവര്. And then arose another generation, verse 10, who did not know the Lord. ആ തലമുറയൊക്കെയും പോയ ശേഷം ദൈവത്തിന്റെ പ്രവൃത്തികളെ അറിയാത്ത മറ്റൊരു തലമുറ എഴുന്നേറ്റു എന്ന് നാം വായിക്കുന്നു. Verse 10. 10-ാം വാക്യം. And then the whole sons of Israel, verse 11, did evil and began to worship idols. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അതിനെ തുടർന്ന് ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് they forsook the Lord. അവര് ദൈവത്തെ വിട്ടുകളഞ്ഞു. Then God would raise up a prophet like Samuel and they would turn back to the Lord for a little while. ശമൂവേലിനെ പോലെയുള്ള ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് വീണ്ടും ദൈവം അവരെ ദൈവത്തെ. And then Samuel would die. ശമൂവേൽ മരിക്കും. And his children were all wayward. ശമൂവേലിന്റെ മക്കളൊക്കെ അവരെ തെറ്റായ വഴിയിൽ. Then years go by. വർഷങ്ങൾ പോകുമ്പോൾ then God would raise up an Elijah. അതിനെ തുടർന്ന് ദൈവം ഒരു എലിയാവിനെ എഴുന്നേൽപ്പിക്കും. And everybody would fall down and say the Lord is God. എല്ലാവരും അവിടെ നിലത്ത് വീണ് ദൈവം യഹോവയാണ് ദൈവം എന്ന് പറയും. And then Elijah would die and Elisha would continue. ഏലിയാവ് മരിക്കും. അത് കഴിഞ്ഞ് എലീശ പ്രവർത്തിക്കും. And one day died. Again the children of Israel would backslide. അതിനെ തുടർന്ന് എലീശയുടെ കാലം കഴിയുമ്പോൾ വീണ്ടും. And then there would be revival through some king or through some prophet who was godly. വീണ്ടും പിന്മാറുന്ന ഈ ഇസ്രായേൽ മക്കൾക്ക് ഏതെങ്കിലും ഒരു രാജാവിലൂടെ ഏതെങ്കിലും ദൈവഭക്തനായ ഒരു പ്രവാചകനിലൂടെ ഉണർവുണ്ടാവും. Throughout it was like that. The revival would come through some man and it would go down again. Then God would raise up another man and it would go down again. ഏതെങ്കിലും ഒരു മനുഷ്യനിലൂടെ ഉണർവുണ്ടാകുന്നു, അത് അവരെ പിന്മാറ്റത്തിലേക്ക് പോകുന്നു. വീണ്ടും ഒരു മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു, ഉണർവുണ്ടാകുന്നു. The last of that was through the prophets Haggai and Zechariah. ഹഗ്ഗായി സക്കറിയ പ്രവാചകന്മാരിലൂടെയാണ് ഏറ്റവും അവസാനം ഇപ്രകാരം ഉണർവുണ്ടായത്. And then in Malachi God says, I finished with you. That's the end. മലാഖി പുസ്തകത്തിൽ അവസാനം ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ കുറിച്ച് ഞാൻ എന്റെ പ്രവൃത്തി അവസാനിപ്പിച്ചു. He says in chapter 2, now I'm going to go all over the world. I'm going to forget about you Israeli people. നിങ്ങൾ ഇസ്രായേൽ മക്കളെ കുറിച്ച് ഞാൻ മറന്ന് ഞാൻ ലോകം മുഴുവൻ പോവുകയാണ് എന്ന്. You all bring polluted offerings to me. നിങ്ങൾ എല്ലാവരും എനിക്ക് എന്റെ മുമ്പാകെ മലിനമായ യാഗങ്ങളെയാണ് കൊണ്ടുവരുന്നത്. Read that passage sometimes. Malachi chapter 1 verses 6 to 11. നിങ്ങൾ മലാഖി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. You present verse 8, the blind and the lame and the sick as a sacrifice to me. നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിക്കുവാൻ കൊണ്ടുവരുന്നു, മുടന്തം ദീനമുള്ളതിനെ കൊണ്ടുവരുന്നു. 8-ാം വാക്യം. I wish there was some priest, verse 10, who would shut the gates and not allow such sacrifices to be brought. എന്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളാമായിരുന്നു. Where is the priest who will shut the door? അങ്ങനെ വാതിൽ അടയ്ക്കുന്ന പുരോഹിതൻ എവിടെ? He says, I finished with accepting offerings from you, verse 10. 10-ാം വാക്യത്തിൽ പറയുന്നു, എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയില്ല. Now I'm going to go all over the world from east to west. And in every nation I'm going to produce another people who will bring a pure offering for me.
എനിക്ക് വിശുദ്ധമായ യാഗം കൊണ്ടുവരുന്ന ആളുകളെ കണ്ടെത്തുവാനായിട്ട് ഞാൻ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ലോകം മുഴുവൻ ഞാൻ പോകുന്നു. ഞാൻ എന്റെ കണ്ണ് അങ്ങോട്ട് പോവുകയാണ്. When we started the meeting in our house 43 years ago, that's the verse the Lord gave us. 43 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ ഈ ഒരു വാക്യമാണ് ദൈവം ഞങ്ങൾക്ക് നൽകിയത്. The Lord is now looking for a pure offering of those who will sacrifice everything and not give the cheap things to God. 11-ാം വാക്യം നാം വായിക്കുന്നു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു, എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും നിർമ്മലവുമായ വഴിപാട് അർപ്പിച്ചു വരുന്ന അങ്ങനെയുള്ള ജനങ്ങളെ ദൈവം നോക്കുന്നു. Who will give the least important offerings to God. ദൈവത്തിന് ഏറ്റവും പ്രധാനമില്ലാത്ത യാഗങ്ങളെ കൊടുക്കുന്ന ആളുകളുണ്ട്. Something that costs them nothing. അവർക്ക് ഒരു ചെലവുമില്ലാത്ത കാര്യങ്ങൾ ദൈവത്തിന് കൊടുക്കും. They spend the whole day seeking their own. ദിവസം മുഴുവൻ അവര് തങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ അന്വേഷിക്കും. And 5 minutes to ease their conscience they read the Bible. തങ്ങളുടെ മനസാക്ഷിയെ ഒന്ന് തൃപ്തിപ്പെടുത്തുവാനായിട്ട് 5 മിനിറ്റ് ബൈബിൾ വായിക്കും. What type of offering is that? അത് എന്തൊരു യാഗമാണ്? It's offering the lame and the sick to God. അത് മുടന്തുള്ളത്, അത് കണ്ണുപൊട്ടിയതിനെ ദൈവത്തിന് അർപ്പിക്കുന്നതിന് തുല്യമാണ്. That says in verse 8 middle, do you think you will give your governor an offering like that? അവിടെ 8-ാം വാക്യത്തിന്റെ മധ്യഭാഗത്ത് ചോദിക്കുന്നു, അതിന് നിന്റെ ദേശാധിപതിക്ക് നീ കാഴ്ചവെക്കുമോ? It's like saying you invite the governor for tea. നിങ്ങളുടെ ഗവർണറിനെ ഒരു ചായ സൽക്കാരത്തിന് വിളിക്കുന്നു. And you drink your full cup of tea and what is left over you say, sir, here's something for you. നിങ്ങൾ ചായ കപ്പിന്റെ 1/4 ഭാഗവും നിങ്ങൾ കുടിച്ച് അവസാനം കുറച്ച് അതിനകത്തുണ്ട് ആ മട്ട് ചേർത്ത് നിങ്ങൾ ആ ഗവർണറിന് കൊടുക്കുന്നു, സാറേ ഇത് കുടിച്ചാട്ടെ. He says you never do that to a governor, but you do that to God. നിങ്ങൾ ഒരു ഗവർണറിന് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല, എന്നാൽ ദൈവത്തിന് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു. Take the best part for yourself. ഏറ്റവും നല്ലത് dregs to God. നിങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് വേണ്ടി എടുത്ത് മട്ട് മാത്രം The Lord says that's not a pure offering. ദൈവം പറയുന്നു അത് ഒരു നിർമ്മലമായ വഴിപാടല്ല. But on all nations verse 11 there will be a pure offering. എന്നാൽ 11-ാം വാക്യത്തിൽ പറയുന്നത് എല്ലായിടത്തും ഒരു നിർമ്മലമായ വഴിപാട് ഉണ്ടാകും. A people for whom God is first. ദൈവം തങ്ങൾക്ക് ഒന്നാമതായിരിക്കുന്ന ഒരു ജനം. Who they will not give the dregs of their life and their time to God. തങ്ങളുടെ ജീവിതത്തിന്റെ മട്ടും തങ്ങളുടെ സമയത്തിന്റെ മട്ടുമല്ല അവർ ദൈവത്തിന് കൊടുക്കുന്നത്. They'll be faithful in their work. അവരുടെ ജോലിയിൽ അവർ വിശ്വസ്തരാണ്. I'm not saying they'll neglect their work. തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അത് ഉഴപ്പുമെന്നല്ല ഞാൻ പറയുന്നത്. I used to tell people, if you're working in an office and they're paying you for 8 hours of work, നിങ്ങൾ ഒരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്, അവര് ആ 8 മണിക്കൂറിന് വേണ്ടി നിങ്ങൾക്ക് ശമ്പളം തരുന്നെങ്കിൽ don't go around preaching the gospel during those 8 hours. ആ 8 മണിക്കൂറിനിടയിൽ നിങ്ങൾ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടക്കരുത്. That's not what they are paying you for. അവര് സുവിശേഷം പ്രസംഗിക്കാനല്ല നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. നിങ്ങളുടെ ജോലി നിങ്ങൾ വിശ്വസിച്ച് then you can preach the gospel at other times. നിങ്ങൾക്ക് അതിനുശേഷമുള്ള സമയം നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക. In the workplace you preach the gospel by your life. നിന്റെ ജോലി സ്ഥലത്ത് നിന്റെ ജീവിതം കൊണ്ട് നീ സുവിശേഷം പ്രസംഗിക്കുക. People see that you're a different type of person. നിങ്ങൾ ഒരു വ്യത്യസ്തനായ വ്യക്തിയാണെന്ന് ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കാണട്ടെ. That you do business in a different way. നിങ്ങളുടെ ബിസിനസ് വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ആളുകൾ കാണട്ടെ. I remember a story I heard. ഞാൻ കേട്ട ഒരു കഥ ഞാൻ ഓർക്കുന്നു. Of a poor man whose job was a wholehearted Christian who was repairing shoes. ഒരു പൂർണ്ണ ഹൃദയമുള്ള ഒരു ക്രിസ്ത്യാനി, അവൻ ഷൂസ് ശരിയാക്കുക ആയിരുന്നു അവന്റെ ജോലി. In England. ഇംഗ്ലണ്ടിലാണ്. So he had a little helper who would help him, small boy. അവന് പ്രകാരം ഈ ചെരുപ്പ് കുത്തിക്ക് അവനെ സഹായിക്കുവാനായിട്ടുള്ള ഒരു ബാലൻ അവനോടൊപ്പം ഉണ്ടായിരുന്നു. One day the boy said, ഒരു ദിവസം ഈ ബാലൻ പറഞ്ഞു, Sir, why do you use the best leather to repair the soles of these shoes? ഈ ഷൂസിന്റെ അടിയിലുള്ള സോളൊക്കെ ശരിയാക്കാനായിട്ട് നിങ്ങൾ എന്തിനാണ് ഏറ്റവും നല്ല ഈ ലെതർ ഉപയോഗിക്കുന്നത്? See, if you use some cheap leather, it'll wear out quickly, they'll come back again quickly, we'll get our job, we'll get more money. ബുദ്ധിയുള്ള ഈ ബാലൻ പറഞ്ഞു, ഈ കുറച്ചുകൂടെ ഇത്ര നല്ലതല്ലാത്ത ലെതർ ഉപയോഗിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അത് തേഞ്ഞ് അവർ വീണ്ടും നമ്മുടെ അടുത്ത് വരില്ലേ? Our business will increase. നമ്മുടെ ഈ ബിസിനസ് കുറച്ചുകൂടെ മെച്ചപ്പെടും. So he said, son, I'm not doing this to make a lot of money. അവൻ ഈ ബാലനോട് പറഞ്ഞു, മോനെ, ഞാന് ഒത്തിരി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഈ ബിസിനസ്. When I stand at the judgment seat of Christ, ഞാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ there'll be a big pile of shoes next to the throne. അവിടെ ദൈവത്തിന്റെ സിംഹാസനത്തിനടുത്ത് വലിയൊരു കൂമ്പാരം ഷൂസ് ഉണ്ടാവും. All the shoes I repaired. ഞാൻ റിപ്പയർ ചെയ്ത ഷൂസുകളെല്ലാം. The Lord will pick out each one by one. ദൈവം ഓരോ ഷൂസ് എടുത്ത് നോക്കും.
and say, John, why did you repair the shoe like this? അപ്പോൾ ദൈവം ചോദിക്കും, ജോൺ, നീ എന്തിനാ ഈ ഷൂസ് ഇങ്ങനെ നന്നാക്കിയത്? That was not good for a Christian to do a cheap work like that. ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നീ അങ്ങനെ ഒരു മോശമായ പണി ചെയ്യുന്നത് നല്ലതല്ല. He said, son, that's what I am concerned about, not how much money I make now. മോനെ, ഞാന് എത്ര പണം ഇവിടെ ഉണ്ടാക്കുന്നു എന്നല്ല എന്റെ ചിന്ത. ഞാൻ അതാണ് ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ എന്നോട് ദൈവം എന്താണ് He wasn't reading the Bible the whole day. He was earning his living by repairing shoes. താൻ ഈ ഷൂസ് നന്നാക്കിക്കൊണ്ടാണ് താൻ തന്റെ ജീവിതം കഴിച്ചത്. അതുകൊണ്ട് അവൻ ആ ദിവസം മുഴുവൻ ബൈബിൾ വായിച്ചുകൊണ്ടല്ല ഇരുന്നത്. But look at his life. എന്നാൽ തന്റെ ജീവിതത്തെ നോക്കുക. It was governed by the principles of Jesus Christ. എന്നാൽ തന്റെ ജീവിതം യേശുക്രിസ്തുവിന്റെ പ്രമാണങ്ങളെ ആസ്പദമാക്കിയുള്ള ജീവിതമാണ്. What I mean by being a disciple and doing all that he taught. ഒരു ശിഷ്യനായി യേശു പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നതുകൊണ്ട് ഞാൻ അതാണ് അർത്ഥമാക്കിയത്. I want to offer a pure offering to the Lord that will be acceptable to him in the final day. അന്ത്യനാളിൽ ദൈവത്തിന് പ്രസാദം തോന്നുന്ന ഒരു നിർമ്മലമായ വഴിപാട് എനിക്ക് ദൈവത്തിനായിട്ട് അർപ്പിക്കണം. You know, Paul says that also in Romans 15. റോമാലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് ആ കാര്യം പറയുന്നു. Verse 16. റോമാലേഖനം 15-16 വാക്യം. He says, I am a priest offering the Gentiles to God, and I wanted to become acceptable to God, sanctified by the Holy Spirit. ഈ ജാതികൾ അവര് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ മുമ്പാകെ അവരായിരിക്കണം എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. He says, that's my offering, that God will accept it. 15-ാം വാക്യമാണ്. ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെട്ട് പ്രസാദമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചു. All our work, this should be our attitude, that it will be acceptable to God. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. അത് ദൈവത്തിന് പ്രസാദകരമായി തീരണം. In every area of our life. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും. Paul told Timothy in 2 Timothy 2. പൗലോസ് തിമോത്തിയോസിനോട് 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. In all your work, verse 15, make sure that God will approve of your work. 15-ാം വാക്യത്തിൽ നാം ഇവിടെ വായിക്കുന്നു, നിന്റെ എല്ലാ ജോലിയിലും നിന്റെ വേലയിൽ ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കുവാൻ ശ്രമിക്കുക. My brothers and sisters, whatever work you're doing in a hospital or a factory or a business or in a school, anywhere. ഹോസ്പിറ്റലിലാകട്ടെ, ഫാക്ടറിയിലാകട്ടെ, ബിസിനസ് ആകട്ടെ, സ്കൂൾ ആകട്ടെ, നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണെങ്കിലും say, Lord, I want all of my work to be approved by you. കർത്താവേ, ഞാൻ ചെയ്യുന്ന എല്ലാ ജോലിയും അങ്ങേക്ക് പ്രസാദമുള്ള, അങ്ങയുടെ മുമ്പാകെ കൊള്ളാകുന്നതായി തീരണം. Not that I do something just to show people that the work is done. ആളുകൾ കാണുവാനായിട്ട് ജോലി തീർന്നു എന്ന് കാണിക്കുവാനല്ല. It's very different from doing it in a way that will be acceptable to God. അത് ദൈവത്തിന് കൊള്ളാകുന്നതായി ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. I'm just giving you an example of how those who walk the narrow way, their way of life is completely different from that of most Christians. ഇങ്ങനെ ഇടുക്കമുള്ള വഴിയിലൂടെ പോകുന്ന ആളുകളുടെ ജീവിതം മറ്റ് ക്രിസ്ത്യാനികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. That's what I'm trying to show you. അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. And I trust that we will be people who will live this narrow way. ഈ ഒരു ഇടുക്കമുള്ള വഴിയിലൂടെ മുമ്പോട്ട് പോകുന്നവരായി നാം മുമ്പോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗ്ഗസ്ഥനായ പിതാവേ, we don't want to just understand these things, but to be challenged by the Holy Spirit to live like this for the rest of our life. കർത്താവേ, ഞങ്ങൾ ഈ സത്യങ്ങൾ കൊണ്ടുവരും വെല്ലുവിളിക്കപ്പെട്ട ആളുകൾ മാത്രമായിട്ടല്ല ഇവിടുന്ന് പോകുന്നുണ്ടത്. കർത്താവെ, ഞങ്ങളുടെ വരുന്ന കാലത്തെ ജീവിതം മുഴുവൻ ഈ സത്യങ്ങളിൽ പിടിക്കപ്പെട്ട് അതനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. We don't want to have any regret when we stand before you. കർത്താവെ, അങ്ങയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ഞങ്ങൾ ലജ്ജിക്കേണ്ട, ദുഃഖിക്കേണ്ട വരരുത് കർത്താവെ. That we walk the narrow way and proclaim the narrow way. കർത്താവെ, ഞങ്ങൾ ഈ ഇടുക്കമുള്ള വഴിയിലൂടെ നടക്കുകയും ഈ ഇടുക്കമുള്ള വഴി ഞങ്ങൾ അത് പ്രസംഗിക്കുകയും ചെയ്തു. Whether people see it or not or appreciate it or not makes no difference. കർത്താവെ, ആളുകൾ അത് അംഗീകരിച്ചില്ലെങ്കിലോ, കർത്താവെ, ആളുകൾ അതിനെ അഭിനന്ദിച്ചില്ലെങ്കിലോ ഞങ്ങൾക്കത് പ്രശ്നമല്ല. Help us to live before your face. കർത്താവെ, അങ്ങയുടെ മുമ്പാകെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. In Jesus' name. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.